ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സാധിക്കാൻ സാറേ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബേസിക് സയൻസിൻ്റെ 2024-25 ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇൻസ്ട്രക്ഷൻസ് നോക്കാം. 15 മിനിറ്റ്സ് ഉണ്ട് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ അറ്റംപ്റ്റ് ഇനി 6 ഫ്രം ദി 8 ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. എ ചൈൽഡ് വാസ് പ്രിപ്പയറിംഗ് എ ടേബിൾ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഓഫ് ആൻ adult and the use some parts and the table are missing. കംപ്ലീറ്റ് ദി ടേബിൾ എന്നാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റത്തേത് നമുക്കിവിടെ തന്നിട്ടില്ല. സെക്കൻഡ് ഈസ് കനൈൻ ആണ്. പിന്നെ അടുത്തത് പ്രിമോളാർ, അതുപോലെ അതിൻ്റെ ഏറ്റവും താഴത്തെ നാലാമത്തേതും തന്നിട്ടില്ല. യൂസസിൽ ഹെൽപ്സ് ടു ബൈറ്റ് ആൻഡ് കട്ട് ഫുഡ് സ്റ്റെപ്സ് അത് തന്നിട്ടുണ്ട്. ഇനി അടുത്ത 1ഉം 2ഉം തന്നിട്ടില്ല. ഹെൽപ്സ് ടു ച്യൂ ആൻഡ് ഗ്രൈൻഡ് ഫുഡ് സ്റ്റെപ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഇൻസിസറാണ് നമ്മളെ ബൈറ്റ് ചെയ്യാനും കട്ട് ചെയ്യാനും സഹായിക്കുന്നത്. പിന്നെ അടുത്തത് കനൈനാണ് നമ്മളെ ടിയർ ചെയ്യാനും കട്ട് ഫുഡ് ചെയ്യാനും സഹായിക്കുന്നത്. അതുപോലെ പ്രിമോളാറാണ് ടു ച്യൂ ആൻഡ് ഗ്രൈൻഡ് ഫുഡ്. നമ്മൾ താഴെ മൊളാർ എങ്ങനെയാണ് നമ്മൾ സഹായിക്കുന്നത് അതുപോലെ തന്നെയാണ് പ്രിമോളാറും നമ്മളെ സഹായിക്കുന്നത്. ഇനി അടുത്തത് ഏറ്റവും താഴത്തത് മൊളാറാണ്. അതെന്തായാലും നമ്മളിപ്പോൾ 3 എണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴത്തെ മൊളാറാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതങ്ങനെ എഴുതുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ, വിച്ച് ടീത്ത് ഓഫ് ദി ഫോളോയിങ് ഈസ് മോർ ഡെവലപ്ഡ് ഇൻ കാർണിവോഴ്സ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ മാംസങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ടീത്ത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും മിൽക്ക് ടീത്ത് അല്ല, പിന്നെ ഇൻസിസർ അല്ല, മൊളാറോ അല്ല, കനൈൻ ടീത്താണ് നമ്മൾ അതിന് സഹായിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഇതിൻ്റെ സി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ഡോണ്ട് വാഷ് യുവർ മൗത്ത് ആഫ്റ്റർ ഈറ്റിംഗ് സ്വീറ്റ് ചാൻസ് ടു ടൂത്ത് ഡിക്കേ ഈസ് ഹൈവേ. അപ്പോൾ ഹൈ ബൈ. അപ്പോൾ ടൂത്ത് ഡിക്കേ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാരണങ്ങൾ, അത് കുറച്ച് പോയിൻറ്റ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടൂത്ത് ഡിക്കേ എന്താണെന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്കിത് ഇതുപോലെ എഴുതാം. അപ്പം ടൂത്ത് ഡിക്കേ എന്താണെന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇഫ് ഡോണ്ട് വാഷ് മൗത്ത് ആഫ്റ്റർ ഈറ്റിംഗ് സ്വീറ്റ് ബാക്ടീരിയ ഫീഡ് ഓൺ ദി ടൂത്ത് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ടീത്ത് ഈസ് എ കാൽഷ്യം കോമ്പൗണ്ട് റിയാക്ട് വിത്ത് ആസിഡ് മേക്ക് ടീത്ത് ഡീക്കേ. അപ്പോൾ ഇത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ആക്ടിവിറ്റി 2ലേക്ക് പോവാം. എ ക്വസ്റ്റ്യൻ ആണ്. ദി ഫീച്ചേഴ്സ് ഓഫ് ദി സബ്സ്റ്റൻസസ് ഒബ്റ്റെയിൻഡ് വെൻ ദി ഫാക്ടേഴ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദി ഹ്യൂമൻ ബ്ലഡ് ആർ ഗിവൺ ബിലോ. അനലൈസ് ദി ഫീച്ചേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദി കറസ്പോണ്ടിങ് ഫാക്ടേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ എന്താണ്? ദി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ്. നമുക്കറിയാം ദി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ് നമ്മൾ ബ്ലഡിൻ്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ എന്തൊക്കെയാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതൊക്കെ തന്നെ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഫുള്ളും. അപ്പോൾ ദി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ് ഈസ് പ്ലാസ്മ. അത് നമുക്കറിയുന്നതാണ്. ഓക്കെ, ദി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ് ഈസ് പ്ലാസ്മ. പിന്നെ ഹെൽപ്പ് ടു ക്ലോട്ട് ബ്ലഡ്. നമ്മൾ ബ്ലഡ് എവിടെയെങ്കിലും മുറിവൊക്കെ വന്നാൽ ഉണങ്ങാൻ വേണ്ടി പ്ലേറ്റ്ലെറ്റ്സ് ആണ് നമ്മളെ സഹായിക്കുക. നോ സ്പെസിഫിക് ഷേപ്പ് ബട്ട് ദി ന്യൂക്ലിയസ് ഇസ് പ്രസൻറ്റ് വൈറ്റ് ബ്ലഡ് സെൽ. പിന്നെ കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ ഉള്ളത് റെഡ് ബ്ലഡ് സെൽസിലാണ്. ഓക്കെ, അടുത്തതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദി സ്മോൾ വെസൽസ് ദാറ്റ് കണക്ട് ദി ബ്ലഡ് വെസൽസ് ദാറ്റ് ടേക്ക് ബ്ലഡ് അവേ ഫ്രം ദി ഹേർട്ട് ആൻഡ് ദാറ്റ് ബ്രിങ് ബ്ലഡ് ടു ദി ഹേർട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ നമ്മുടെ ഹേർട്ട് രണ്ടും എവിടെ നിന്നാണ് ബ്ലഡ് എവിടെ നിന്നാണ് കണക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും വെയിനും ആർട്ടറി അല്ല, അത് രണ്ടുമാണ് നമ്മളെ ബ്ലഡ്സിൻ്റെ മെയിൻ ഇത്. പിന്നെ പെരിക്കാർഡിയം എന്ന് വെച്ചാൽ നമ്മുടെ ഡബിൾ ലെയർഡ് മെമ്പറൈനാണ് ഹേർട്ടിൻ്റെ. പിന്നെ കാപ്പിലറീസ് ആണ് നമ്മുടെ ആർട്ടറിനെയും വെയിനിനെയും കണക്ട് ചെയ്യുന്നത്, ബ്ലഡ് വെസൽസുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്താണ്? കാപ്പിലറീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? സിമ്പിളാണല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് കാപ്പിലറീസ് ആണ്. അടുത്തത് നമുക്ക് ഫോളോയിങ് ആർ ദി സി ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് ആർ ദി ഹേർട്ട് ഫീച്ചേഴ്സ് ഓഫ് ദി ഹ്യൂമൻ ഹേർട്ട്. റൈറ്റ് 2 more ഫീച്ചേഴ്സ്. ഓക്കെ, നമ്മളുടെ ഫീച്ചേഴ്സ് ഏതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒന്നാമത്തെ തന്നിട്ടുണ്ട് ആസ് ബിഗ് ആസ് ഫിസ്റ്റ്, പിന്നെ പ്രൊട്ടക്റ്റഡ് ബൈ റിബ്സ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഇങ്ങനെ എഴുതാം. ഇറ്റ് കവേർഡ് ബൈ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ പെരിക്കാർഡിയം. നമുക്ക് സെക്കൻഡ് ഇതുപോലെ എഴുതാം. 4 chambers ആണ് ഹ്യൂമൻ ഹേർട്ടിനുള്ളത്, 4 chambers ആണെന്നും എഴുതാം. ഓക്കെ,
അപ്പോൾ നമുക്കിനി ആക്ടിവിറ്റി 3യിലേക്ക് പോകാം. Look at the picture. Which type of reflection of light are indicated in this picture? നമ്മുടെ ബേസിക് സയൻസിൻ്റെ ടെക്സ്റ്റ് തന്നെ ഈ ഒരു ഇതേ പിക്ചർ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടെക്സ്റ്റ് ഒന്ന് നല്ലോണം വായിച്ച് പഠിച്ചവർക്ക് അറിയാം ഇതെന്താണെന്ന്. സിമ്പിളാണ്. ഇതിന് 1 മാർക്ക് 2 മാർക്കൊക്കെ നമുക്ക് സിമ്പിളായി വാങ്ങാവുന്നതേ ഉള്ളൂ. ഫസ്റ്റത്തേത് പിക്ചർ 1 ഈസ് റെഗുലർ റിഫ്ലക്ഷൻ, അടുത്തത് പിക്ചർ 2 ഇറഗുലർ റിഫ്ലക്ഷൻ ഓർ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ഓക്കെ, അടുത്തത് ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എനാബിൾസ് ആസ് ടു സീ തിങ്സ് ഇൻ എ റൂം വിത്തൗട്ട് ഡയറക്റ്റ് സൺലൈറ്റ്? നമുക്ക് ഒരു ഇരുട്ടുള്ള റൂമിൽ നിന്ന് നമുക്ക് സൺലൈറ്റിൻ്റെ ഇതില്ലാണ്ട് റിഫ്ലക്ഷൻ ഇല്ലാണ്ട് എങ്ങനെ കാണാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷനാണ് അതിൻ്റെ ആൻസർ. അടുത്ത സി ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഈസ് യൂസ്ഡ് ടു മേക്ക് എ പെരിസ്കോപ്പ്? Which principle of reflection of light is utilized here? ഓക്കെ, പ്ലെയിൻ മിററാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്, എന്നാൽ മാത്രമേ നമുക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. പിന്നെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്താണ്, അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ ഒരു പെരിസ്കോപ്പ് നമ്മൾ മേക്ക് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് തന്നെ ഈ ഒരു നമ്മളിപ്പോൾ താഴെ കുനിഞ്ഞ് നിന്നാൽ മുകളിലത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നടക്കുള്ളൂ. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി 4 നോക്കാം. എ ചൈൽഡ് ഈസ് ഡൂയിങ് ആൻ എക്സ്പെരിമെൻറ്റ് ഇൻ വിച്ച് ലൈറ്റ് ഫ്രം എ ടോർച്ച് ഈസ് captured on a wall through different types of objects. Observations are given in the ടേബിൾ ബിലോ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഇതാണ് ടാബ്ല്യൂ ദി ഒബ്ജക്റ്റ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കേണ്ട ആവശ്യമില്ല, സിമ്പിളാണ്. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്, ഒപ്പേക്ക് ഒബ്ജക്റ്റ്, ഇതൊക്കെ നമുക്ക് പഠിച്ചതാണല്ലേ. അപ്പോൾ ഈ ഒരു ബോക്സിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, വിൻഡോ ഗ്ലാസ് വാട്ടർ ടേക്കൻ ഇൻ എ ഗ്ലാസ് ഇസ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ്, ബട്ടർ പേപ്പർ ആൻഡ് സ്ക്രാച്ച്ഡ് ഗ്ലാസ് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്, സ്മൂത്ത് ടൈൽ ആൻഡ് വുഡൻ ബ്ലോക്ക് ഈസ് ഒപ്പേക്ക് ഒബ്ജക്റ്റ്. അത്രേ ഉള്ളൂ. അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ഇൻ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഇമേജ് അണ്ടർഗോസ് ലാറ്ററൽ ഇൻവേർഷൻ, പിന്നെ ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ, സൈസ് ഓഫ് ദി ഇമേജ് ഈസ് ലാർജർ ദാൻ ദി ഒബ്ജക്റ്റ്, സൈസ് ഓഫ് ദി ഇമേജ് ആൻഡ് ദി ഒബ്ജക്റ്റ് ദാറ്റ് സെയിം. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള ആൻസർ? ഏതാണ്? ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും. ഓക്കെ, അടുത്ത നമുക്ക് ഇതിൻ്റെ സി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി ആംഗിൾ ഓഫ് ദി ഇൻസിഡൻസ് ഇൻ എ പ്ലെയിൻ മിറർ ഈസ് 14 ഡിഗ്രി, വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര ഡിഗ്രിയാണോ അത്ര തന്നെ ആയിരിക്കും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 16 ഡിഗ്രി, 15 ഡിഗ്രി, 14 ഡിഗ്രി, 18 ഡിഗ്രിയും തന്നതിൽ ഏതായിരിക്കും ആൻസർ? 14 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി 5ലേക്ക് പോവാം. ദി ടേബിൾ കണ്ടെയ്നിങ് ദി ബോഡി പാർട്സ്, അതുപോലെ തന്നെ ഫംഗ്ഷനെ കുറിച്ച് തന്നിട്ടുണ്ട് അല്ലേ. 1, 2, 4 നമുക്ക് തന്നിട്ടില്ല. അപ്പുറത്തെ ഫംഗ്ഷന് 3 മാത്രം തന്നിട്ടില്ല. നമുക്ക് സിമ്പിളാണ്. ബോഡി പാർട്സിൽ നമുക്ക് അറിയുന്നതാണ്. ഫസ്റ്റത്തെ എന്താണ്, ഡൈജഷൻ സിസ്റ്റത്തിൽ സ്റ്റൊമക്കാണ്, ആൻഡ് സെക്കൻഡ് വരുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ആൻഡ് തേർഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഫോർത്ത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അടുത്തത് നമുക്ക് ഫംഗ്ഷനായിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ വരുന്നത് അബ്സോർബ്സ് സാൾട്ട് ആൻഡ് വാട്ടർ ആണ് അല്ലേ. നമുക്ക് അറിയുന്നൊരു ക്വസ്റ്റ്യനാണ്. അതിലും നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് 5 മാർക്കല്ല 1-2 മാർക്ക് അല്ലെങ്കിൽ ഒരു 3 മാർക്ക് വീതമായിരിക്കും അതിനെ തന്നിട്ടുണ്ടാവുക. 3 അല്ലെങ്കിൽ 2 മാർക്കായിരിക്കും. അതിന് 2 മാർക്കായിരിക്കും മിക്കവാറും തന്നിട്ടുണ്ടാവുക. ഓക്കെ, നമുക്കിനി ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെലക്ട് ദി സ്യൂട്ടബിൾ items from this given below and complete the follow chart. ഓക്കെ, അതൊക്കെ നമുക്കറിയാം, ഇഞ്ചക്ഷൻ അതൊക്കെയാണ്. പിന്നെ അടുത്തത് ആക്ടിവിറ്റി 8ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ്റെ ആൻസർ കൺവെക്ഷൻ ആണ്. കൺവെക്ഷൻ എന്നാന്ന് എഴുതിയാൽ മതി, അപ്പോൾ നമുക്ക് മാർക്ക് കിട്ടും. അടുത്തത് നമുക്ക് സി ക്വസ്റ്റ്യൻ ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ഹൗ ഹീറ്റ് ഈസ് നോട്ട് ലോസ്റ്റ് വെൻ ദി അഡോപ്റ്റ് എ വേ ടു പ്രിവെൻറ്റ് ഹീറ്റ് ലോസ്. എന്താണ്? വെൻ വി പുട്ടിങ് ഇൻ കാസറോൾ